അങ്ങനെ ഓണം എത്തി. ഇന്ന് അത്തമാണ്. പിന്നെ അത്തപ്പൂക്കളം ഇടണ്ടേ? നിങ്ങൾ അത്തപ്പൂക്കളം ഇട്ടോ? ഞങ്ങളിവിടെ അത്തപ്പൂക്കളം ഇടാൻ പോകും. നിങ്ങൾക്ക് അത്തപ്പൂക്കളത്തിന്റെ ഐതിഹ്യങ്ങൾ അറിയോ? മലയാളത്തില് ചിങ്ങമാസത്തിലാണ് അത്തം. ചിങ്ങമാസത്തില് അത്തം നക്ഷത്രം തുടങ്ങി ആണ് 10 ദിവസത്തേക്ക് ഓണം ആഘോഷിക്കുന്നത്. അത്തത്തിന്റെ അന്ന് ഒരു നിറത്തിലുള്ള പൂവ് മാത്രമേ ഇടാറുള്ളൂ. അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും ഓരോ കളർ ഇങ്ങനെ കൂടി കൂടി വരും. തുമ്പപ്പൂവാണ് അത്തത്തിന് ഇടാറ്. സ്ഥലങ്ങളില് തുമ്പപ്പൂവാണ് ഇടാറ്. പക്ഷെ ചില സ്ഥലങ്ങളില് മുക്കുറ്റിയാണ്. ഞാനും ഇവിടെയൊക്കെ മുക്കുറ്റി ഇടുന്നൊക്കെ കേട്ടത്. അപ്പൊ ഓണത്തിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, അത്തത്തിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, ഹിന്ദുക്കൾക്ക് നമ്മുടെ തൃക്കാക്കര പോയി അവരുടെ ദൈവത്തെ ആരാധിക്കാൻ ഇപ്പൊ എല്ലാ ജനങ്ങൾക്കും അങ്ങോട്ട് പോകാൻ പറ്റിയെന്ന് വരത്തില്ലല്ലോ. അപ്പൊ അവരാണ് തൃക്കാക്കര അപ്പനാണ് പറഞ്ഞത്, ഇങ്ങനെ നിങ്ങള് വീട്ടില് പൂക്കളം ഉണ്ടാക്കിയിട്ട് നടുക്ക് തന്നെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചാൽ മതിന്ന്. ആ ഒരു ഇതിന്റെ തൃക്കാക്കരപ്പനെ വരവേൽക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ ഐതിഹ്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ മാവേലിനെ വരവേൽക്കാനായിട്ട് നമ്മൾ ഒരുപാട് പരസ്യങ്ങളിലൊക്കെ കാണുന്നതാണ് മാവേലി. അപ്പൊ അതാണ് ഈ ഓണത്തിന്റെ അത്തത്തിന്റെ പിറകിലൊക്കെ ഉള്ള ഒരു ഐതിഹ്യം. അത്തത്തിനൊക്കെ ഇടുന്നത് ജമന്തിപ്പൂവും ചെട്ടിമല്ലിപ്പൂവും ഒക്കെയാണ്. നമ്മുടെ കേരളത്തില് പൊതുവെ അവരാണ് ഇപ്പൊ സ്ഥാനം പിടിച്ചേക്കുന്നത്. ഒട്ടുമിക്ക എല്ലാ പൂക്കളും നോക്കിയാലും അങ്ങനെ തന്നെയാണ് കാണാൻ പറ്റുക. പക്ഷെ ഓണത്തിന് ശരിക്കും ഇടേണ്ടത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ, നമ്മുടെ നാട്ടിലും പറമ്പിലും കാട്ടിലൊക്കെ ഉണ്ടാവണ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. ഇപ്പൊ മുക്കുറ്റി, ശംഖുപുഷ്പം, പിന്നെന്താ കാക്കപ്പൂവ്, അങ്ങനത്തെ ചെമ്പരത്തി, അങ്ങനത്തെ പൂക്കളൊക്കെയാണ് ഇടേണ്ടത്. പിന്നെ കുറച്ചും കൂടി രസം കൂട്ടാനായിട്ട് ഇങ്ങനത്തെ കുറച്ച് കളർ പൂക്കളൊക്കെ ഇടുന്നു. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ചാണകം മെഴുകിയിട്ടാണ് നമ്മൾ പൂക്കൾ ഇടാന്ന് പറയും. അത് ഓണത്തിന്റെ അന്നൊക്കെ ചാണകം മെഴുകിയിട്ടാണ് പൂക്കൾ ഇടാറ്. ചില സ്ഥലങ്ങളിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ തറ കെട്ടാന്ന് പറയും. ഇച്ചിരി പൊക്കത്തില് തറ കെട്ടിയിട്ട് അതിന്റെ മേലെ ചാണകം മെഴുകിയിട്ട് പൂക്കൾ ഇടും. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു അത്തപ്പൂക്കളത്തിന്റെ വിശേഷങ്ങള്. പിന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ ഓണ സെലിബ്രേഷന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.